AMMയ്ക്ക് പിന്നാലെ സംവിധായകരുടെ സംഘടനയായ ഫെഫ്കയിലും പൊട്ടിത്തെറി. സംവിധായകൻ ആഷിഖ് അബു സംഘടനയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം ഫെഫ്ക കുറ്റകരമായ മൗനം പുലർത്തുന്നുവെന്ന് ആരോപിച്ചാണ് ആഷിഖ് അബുവിന്റെ രാജി. സംഘടനയുണ്ട്, പക്ഷേ അംഗങ്ങൾക്ക് നീതിയില്ല. AMMയ്ക്കെതിരെ വനിതാ സിനിമാ പ്രവർത്തകരിൽ നിന്ന് ഉയരുന്ന പ്രധാന ആരോപണം അതാണ്. നടി ആക്രമിക്കപ്പെട്ടപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും വേട്ടക്കാർക്കൊപ്പം AMMA നേതൃത്വം നിലയുറപ്പിച്ചു. ഫലമോ അനിവാര്യമായൊരു പതനത്തിലേക്ക് ആ സംഘടന എത്തി. സമാനമാണ് സംവിധായകരുടെ സംഘടനയായ ഫെഫ്കയുടെയും പ്രശ്നം. തൊഴിലാളികൾക്ക് നീതി ഉറപ്പാക്കാത്ത തൊഴിലാളി സംഘടനയാണ് ഫെഫ്ക എന്നാരോപിച്ച സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലം കിട്ടാത്തതിലുള്ള പരാതിയിൽ സംഘടന കാര്യമായ ഒരിടപെടലും നടത്തിയില്ലെന്നും ഒടുവിൽ പണം ലഭിച്ചപ്പോൾ അതിൽ നിന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടുമെന്നുള്ള ആരോപണം ആഷിഖ് അബു ഉയർത്തുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സംഘടന കുറ്റകരമായ മൗനം പുലർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാജി. സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ സംഘടനയും അതിന്റെ നേതൃത്വവും പരാജയപ്പെട്ടെന്ന് രാജിക്കത്തിൽ പറയുന്നു. നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായ വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ആഷിഖ് അബുവിന്റെ രാജി മലയാള സിനിമാ മേഖലയിൽ മറ്റൊരു പൊട്ടിത്തെറിയുടെ കൂടി തുടക്കമാകുമോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ആഷിഖ് അബുവിന്റെ രാജിക്ക് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് നോക്കാം. വിശകലനവുമായി നമുക്കൊപ്പം എത്തുന്നു സൈഫുനിസ അലിയാർ. വെൽക്കം ടു ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. ആഷിഖ് അബു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ തുറന്നു പറച്ചിലിന്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ രാജിയിലേക്ക് നീങ്ങുന്നത്. പക്ഷേ സംഘടനയ്ക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് തുടക്കമിട്ടിട്ടല്ലേ ആഷിഖ് അബുവിന്റെ പടിയിറക്കം സൈഫുനിസ? തീർച്ചയായും സുജയ, ആഷിഖ് അബു ഫെഫ്കയ്ക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഫെഫ്കയിൽ നിന്നുള്ള ആദ്യ രാജിയാണ്. ഈ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദ്യമായ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫെഫ്ക ഈ വിഷയത്തിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലോ തുടർന്നുണ്ടായ രഞ്ജിത്ത് വിഷയങ്ങളിലുള്ള ആരോപണങ്ങളിലോ കേസെടുക്കലിലോ ഒന്നും ഫെഫ്ക ഒരു പ്രതികരണവും ഒരു നിലപാടും വ്യക്തമാക്കിയിരുന്നില്ല. ഇതിൽ ആഷിഖ് അബു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലപ്പോഴായി വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഫെഫ്ക ഒളിച്ചു കളിക്കുകയാണ്, നിലപാട് വ്യക്തമാക്കണം എന്ന ആവശ്യങ്ങളെല്ലാം ആഷിഖ് അബു നിരന്തരം ഉന്നയിച്ചിരുന്നു. പക്ഷെ ഇതിലൊന്നും നേതൃത്വം പ്രതികരിക്കാതിരുന്നതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് സ്വന്തം അനുഭവം കൂടി പങ്കുവെച്ച് ആഷിഖ് അബു രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേതൃത്വത്തിന്റെ കാപട്യത്തോട് വിയോജിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നു എന്നാണ് പറയുന്നത്. അംഗത്വത്തിൽ നിന്നാണ് ആഷിഖ് അബു രാജിവെച്ചിരിക്കുന്നത്. ഫെഫ്കയുമായി, അതായത് ഒരു സിനിമാ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയാണ്. അതിൽ പല യൂണിയനുകളുണ്ട്, സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുക്കളുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, അങ്ങനെ പല യൂണിയനുകളുണ്ട്. ഈ യൂണിയനുകളുടെ എല്ലാം പ്രതിനിധീകരിച്ച് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടയാൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് ഫെഫ്കയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നിലപാട് വ്യക്തമാക്കാൻ അവരുടെ സംഘടന ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു നിലപാട് പറയാൻ, അതല്ലെങ്കിൽ മാധ്യമങ്ങളോടെല്ലാം കൃത്യമായി എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരാളാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ നമുക്കറിയാം. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ബി ഉണ്ണികൃഷ്ണന്റെ ഒരു നിലപാടോ ഒരു വെളിപ്പെടുത്തലോ അതല്ലെങ്കിൽ ഒരു കാര്യമായ പ്രതികരണമോ ഒന്നും തന്നെ എവിടെയും വന്നിട്ടില്ല. നമ്മൾ പലപ്പോഴായി ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ പോലും ഫോണിൽ വിഷയങ്ങൾ പറയുന്നു എന്നല്ലാതെ അതൊരു നിലപാടായി പറയുന്നില്ല എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നമ്മൾ ചോദിച്ചത് ഹേമ കമ്മിറ്റി വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു പ്രതികരണം ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ തന്നെ നമ്മളോട് പറഞ്ഞത്, നമ്മൾ ഓരോ ജനറൽ സെക്രട്ടറിമാർക്കും, അതായത് നമ്മൾ റിപ്പോർട്ടർ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്, ഓരോ ജനറൽ സെക്രട്ടറിമാർക്കും ഫെഫ്ക അയച്ചിരിക്കുന്ന ഒരു കത്ത്. ആ കത്തിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ യൂണിയനും അത് നടപ്പിലാക്കി ഈ സെപ്റ്റംബർ ആദ്യ ദിവസങ്ങളിൽ, അതായത് 2-ാം തീയതിയോ 3-ാം തീയതിയോ ഈ മറുപടി ലഭിക്കും. ഈ മറുപടി ലഭിച്ചാൽ അതിൽ നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശം കൂടി ചേർത്തുകൊണ്ട് ഒരു കത്തായി സർക്കാരിന് സമർപ്പിക്കും. അത് 5-ാം തീയതിയോ 6-ാം തീയതിയോ സർക്കാരിന് സമർപ്പിക്കും എന്ന് മാത്രമാണ്. 20% കമ്മീഷനെ കുറിച്ച്, സിബി മലയിൽ എന്ന പേരിനെ കുറിച്ച് ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആഷിഖ് അബു ഇനിയും പലതും പറയാനിരിക്കുന്നു. ആ പ്രതികരണങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്തെന്ന് വരാം. അതിലേക്ക് നമുക്ക് തിരികെ എത്താം. സൈഫുനിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്. AMM